അകത്തേക്ക് പോകണമെങ്കിൽ ഈ ഫാനിന്റെ ഇടയിൽ കൂടി വേണം അകത്തേക്ക് പോവാൻ, അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ശിവ, നീ എന്തിനാ മോനെ ഇങ്ങനെ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മേലാൽ ഇങ്ങനെ ചെയ്യരുത്, കേട്ടല്ലോ. സോറി മുത്തശ്ശി, അകത്തേക്ക് വരാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. താൻ അകത്തേക്ക് വന്നു, പക്ഷെ പുറത്തേക്ക് പോവാൻ യാതൊരു വഴിയില്ലല്ലോ. സർ, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. നീ ആരാണ് കുട്ടി? കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. നേരിട്ട് കാണുമ്പോ എന്റെ പേര് പറയൂ. ഇപ്പൊ ഞാൻ ഇവരൊക്കെ രക്ഷിക്കട്ടെ. ഇവരെ നീ രക്ഷിക്കാനോ? എങ്ങനെ? ഈ ചതുരംഗ കളിയുടെ പിടിവെള്ളി മുഴുവനും എന്റെ കയ്യിലാണ്. ശരി, നീ എന്താ ചെയ്യാൻ പോകുന്ന ഞാനൊന്ന് കാണട്ടെ. പറ്റുമെങ്കിൽ നീ ഒന്ന് രക്ഷിച്ചു നോക്ക്. മുത്തശ്ശനും മുത്തശ്ശിയും ഇതിൽ കൂടി കയറി വേണം പുറത്തേക്ക് പോവാൻ. വേറെ ഒരു മാർഗവും ഇല്ല. എല്ലാരും വരൂ. നിന്നെ അത്രയും പെട്ടെന്ന് എല്ലാരും രക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ഇതാ എന്റെ അടുത്ത നീക്കം. സർവീസ് ടണലിൽ ജോലി ചെയ്യുന്ന എല്ലാരും ചെന്നിട്ട് ആ പൊടി പയ്യനെ പിടിക്കേ. അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. മുത്തശ്ശി മുത്തശ്ശി വേഗം പോകാൻ നോക്കൂ. പിടിക്കാനേ. ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഉത്സാഹമായിരിക്കും. എല്ലാരും രക്ഷപ്പെട്ടിരിക്കുന്നു. ഹലോ അങ്കിൾ, നിങ്ങളുടെ പ്ലാൻ പൊട്ടിപ്പോയി. ആ ചെറിയ കുട്ടി നമ്മൾ വിചാരിച്ച പോലെ അല്ല. അവനെ പിടിച്ചു വെക്കേ, ഞാൻ ഉടനെ തന്നെ വരാം. Exhaust fan off here. സൈക്കിളെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെ എന്നെ പിടിക്കാം? എന്നെ രക്ഷിക്കൂ.
മന്ത്രി സാറേ, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിത് എത്തിക്കഴിഞ്ഞു. ലഡ്ഡു സിംഗ് ഈസ് ബാക്ക്. ആർക്കെങ്കിലും ഫൈറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ. കാണാൻ ഞാൻ കുള്ളനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. ഇതാണ് എന്റെ കളിയിലെ ചെക്ക്മേറ്റ്. കണ്ടല്ലോ? നീ എന്നെ എന്ത് ചെയ്യും കുട്ടി? പറ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നീ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. ബോംബിന് ഒറ്റ മിനിറ്റിൽ പൊട്ടിത്തെറിക്കാം. പിന്നെ ഈ ഡാമിലുള്ള എല്ലാ വെള്ളവും ഈ ടനലിലേക്ക് ഒഴുകി വരും. നോക്കിക്കോ. ചെന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഞാനും അങ്ങനെ രക്ഷപ്പെടട്ടെ. അല്ലെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും കഥ ഇവിടെയും കൊണ്ട് അവസാനിക്കും. ഞാൻ ഈ പുകില് കൊണ്ടൊന്നും പേടിക്കുന്നവനല്ല അങ്കിൾ. ഇല്ല, ഒരു ചെറിയ കുട്ടി എന്റെ പദ്ധതികൾ മൊത്തം പൊളിക്കാൻ സമ്മതിക്കില്ല. ടൈഗർ അങ്കിൾ, ഇതിനെയാണ് പറയുന്നത് ചെക്ക് ആൻഡ് മേഡ് എന്ന്. ഇനി ആർക്കെങ്കിലും എന്നോട് വഴക്കിടണമെന്നുണ്ടോ? ഞങ്ങള് കുട്ടികളായിട്ട് തല്ലുപിടിക്കില്ല. ആൾക്കാർ കണ്ട എന്താ പറയാ? ഞങ്ങൾക്കത് വലിയ നാണക്കേടാണ്. പോയി പണി നോക്ക്. മന്ത്രി സാറേ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു തരാന്നേ. നമ്മുടെ മന്ത്രി സാറിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ എന്റെ ജീവൻ ഞാൻ സ്വയം പണയപ്പെടുത്തി മന്ത്രി സാറിനെ രക്ഷിച്ചു. ജോക്കിംഗ് ജോക്കിംഗ്. ഞാൻ എന്റെ ജീവൻ ശരിക്കും പണയപ്പെടുത്തിയതാണ്. പക്ഷെ ഞാൻ കുടുങ്ങിപ്പോയിട്ടോ. നമ്മുടെ ശിവയാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാരും രക്ഷിച്ചത്. 3 cheers for Shiva. ഹൂരേ! ഹിപ് ഹിപ് ഹൂരേ! ഹിപ് ഹിപ് ഹൂരേ!